ഹായ് വ്യൂവേഴ്സ്, പുഷ്പാഞ്ജലി ഗാർഡൻ്റെ വീണ്ടും എത്തിയിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ താല്പര്യപ്പെടുന്ന പ്ലാന്റ് വെറൈറ്റിയാണ് ബോഗൺവില്ലാസ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബോഗൺവില്ലിനെ പഠിക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കുറച്ച് കളക്ഷൻസ് ഉണ്ട് സെയിലിന് വേണ്ടിയിട്ട്, അതും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾക്ക് എവിടുന്നെങ്കിലും നമ്മൾ ബോഗൺവില്ല മേടിച്ച് നഴ്സറിയിൽ നിന്നോ നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് നിന്നോ എവിടുന്നെങ്കിലും നമ്മളൊരു പ്ലാന്റ് മേടിച്ച് കഴിഞ്ഞാൽ എന്തോ ചെയ്യേണ്ടത്, നമ്മളത് പോട്ട് ചെയ്യണം. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട് തന്നെ പോട്ട് ചെയ്ത പ്ലാന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് പോട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ തന്നെയാണ് പോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അതിന് പ്രോപ്പർ ഡ്രെയിനേജ് കൊടുക്കണം. ഓക്കെ, ബോഗൺവില്ലയ്ക്ക് ഒത്തിരി വെള്ളം ആവശ്യമില്ല. അപ്പം നമ്മൾ അതിനകത്ത് എന്തൊക്കെ ഇടും? മണലിടും, മണ്ണിടും, വളവിടും, എള്ളുപൊടി, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ ഉമിയിടും. ഇതൊക്കെയാണ് നമ്മൾ പോട്ടിലിടണം. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പ്ലാന്റ് നടും അല്ലേ. അത് കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, നമുക്ക് ബോഗൺവില്ലയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ വേണം. ഒരു മെയിൻ സോഴ്സാണ്, അതിന് പൂക്കാൻ വേണ്ടിയുള്ള മെയിൻ സോഴ്സാണ് വെയിൽ. നല്ലോണം വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ലോണം പൂക്കും. അതുപോലെ തന്നെ ഓവറായിട്ട് വെള്ളം കൊടുക്കലും. വെള്ളം ഒത്തിരി ആയിക്കഴിഞ്ഞാൽ പൂക്കത്തില്ല, ഒത്തിരി ഇലകൾ വളരും, ഉള്ള പൂക്കൾ പൊഴിഞ്ഞു പോകും, അങ്ങനത്തെ കുറേ പ്രോബ്ലമുണ്ട്. അപ്പം ചെറിയൊരു ഡ്രൈ ആകണ സമയത്ത് ചെറുതായിട്ട് വെള്ളം കൊടുക്കുക. ഓവറായിട്ട് വെള്ളം കൊടുക്കലും പ്രോപ്പർ ഡ്രെയിനേജ് ആയിരിക്കണം. അത് കഴിഞ്ഞ് പൂക്കാൻ വേണ്ടി ഒരു 10-15 ദിവസം കൂടുമ്പം വളം ചെയ്ത് കൊടുക്കണം. എന്ത് വളം? പൂക്കാനുള്ള വളം എന്തൊക്കെ ചെയ്യാം? DAP ചെയ്യാം, ഫാൻറ്റം ഫോസിസ് ചെയ്യാം, NPK ചെയ്യാം, അതേപോലെ നൈട്രോജൻ കൂടിയ വളങ്ങൾ ചെയ്യലും. നൈട്രോജൻ കൂടിയ വളം ചെയ്യുവാണെങ്കിൽ എന്ത് പറ്റും? പൂക്കത്തില്ല, ഇല മാത്രമേ കൂടുതലായിട്ട് വളരത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വളം കൂടിയും പോകലും. കൂടിപ്പോയാലും പ്രശ്നമാണ്. ഇതെല്ലാം ശ്രദ്ധിക്കണം നമ്മളൊരു ബോഗൺവില്ല വളർത്തുമ്പോൾ. ഓക്കെ, അതേപോലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് മഴക്കാലത്ത് പൊതുവേ നമ്മുടെ ക്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സിന് അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ കണ്ടുവരുന്നില്ല. അല്ലാതെ നമ്മൾ ഹൈബ്രിഡ് ആയാലും നമ്മൾ കമ്പ് കുത്തി വെച്ച പ്ലാന്റ്സൊക്കെ ആണെങ്കിൽ അത് ഓവർ വെള്ളം നിൽക്കുകയും വെള്ളം ഓവറായിട്ട് കൊള്ളുകയൊക്കെ ചെയ്യുമ്പം ചീഞ്ഞു പോകാനും നഷ്ടപ്പെട്ടു പോകാനും ഒക്കെ ചാൻസസ് ഒത്തിരിയുണ്ട്. അപ്പോൾ ബോഗൺവില്ല ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം മഴക്കാലത്താണ്. പിന്നെ അതേപോലെ പ്രോപ്പർ ബ്രൂണിങ് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മുടെ നീണ്ടു പോയ ബ്രാഞ്ചസ് ഇല്ലേ, ഓരോ ഫ്ലവറിങ് സൈക്കിൾ കഴിയുമ്പോഴും നമ്മുടെ നീണ്ടു പോയ ബ്രാഞ്ചസ് വെട്ടിക്കൊടുക്കുക. അപ്പം പുതിയ ബ്രാഞ്ചസ് അതിനുണ്ടായി വരും. പുതിയ ബ്രാഞ്ചസിൽ കൂടുതൽ പൂക്കളുണ്ടാകും. ഇതൊക്കെയാണ് നമ്മുടെ ഹെൽത്തി ടിപ്പ്. ഇനി നമുക്ക് നമ്മുടെ സെയിൽ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി, ടാങ്ലോങ് ബോഗൺവില്ല എന്ന് പറയും, അല്ലെങ്കിൽ കോമ്പാക്റ്റ് ബോഗൺവില്ല എന്നും പറയാറുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയ പൂക്കളായിരിക്കും, കൂട്ടം കൂടി ക്ലസ്റ്റർ പോലെ നിൽക്കും. ചെറിയ പിങ്ക് പർപ്പിൾ കളറാണ്. അതേപോലെ തന്നെ നല്ല ബുഷി ടൈപ്പ് പ്ലാന്റ് ആണിത്. പിന്നെ എല്ലാവർക്കും പെട്ടെന്നൊരു ഇഷ്ടപ്പെടുന്ന ടൈപ്പ് പ്ലാന്റ് ആണ്. അതേപോലെ ഫാസ്റ്റ് മൂവിങ് ഐറ്റമാണ്. പിന്നെ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ബാൽക്കണിയിലൊക്കെ പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ആ ഒരു ലെവലേ അങ്ങ് മാറും. നല്ല അട്രാക്റ്റീവ് ആയിരിക്കും നമ്മുടെ ബാൽക്കണിയൊക്കെ. അതേപോലെ തന്നെ അടുത്ത വെറൈറ്റിയാണ് നമ്മുടെ റാസ്ബെറി ഐസ് വെരിഗേറ്റഡ് ലീവ്സ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയ നേർത്ത പൂവായിരിക്കും ഇതിന്. അതേപോലെ തന്നെ വെരിഗേറ്റഡ് ലീവ്സാണ്, നല്ല അട്രാക്റ്റീവാണ്, നമുക്ക് ഗിഫ്റ്റിംഗ് പർപ്പസിനൊക്കെ ബെസ്റ്റാണ്. അതേപോലെ അടുത്തതായിട്ടുള്ള പ്ലാന്റ് വെറൈറ്റിയാണ് ജുവൽ പിങ്ക്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ബുഷ് പോലെ വളർത്താം. അതേപോലെ തന്നെ നമുക്ക് വള്ളിച്ചെടിയായിട്ട് വളർത്താം. ലൈക്ക് ആർച്ച് പോലെയൊക്കെ ഉണ്ടാക്കി അതിൽ പടർത്തി കയറ്റാൻ ബെസ്റ്റ് ചെടിയാണിത്. അടുത്തതായിട്ടാണ് നമ്മുടെ 2-in-1 മൾട്ടി. ഇതിനകത്ത് 2 വെറൈറ്റി നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത പ്ലാന്റാണ്. നല്ല അട്രാക്റ്റീവായിട്ടുള്ള 2 കളർ. അതിൽ വെരിഗേറ്റഡ് ലീവ്സും ഉണ്ട്, നോർമൽ ലീവ്സും ഉണ്ട്. എന്ന് വെച്ചാൽ 2 ടൈപ്പ് അത് നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് ടൈപ്പാണ് ഇത്. അടുത്ത വെറൈറ്റിയാണ് ഡോക്ടർ റാവുയുടെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിളക്കമാറിയ ഇലകളുള്ള ഒരു വെറൈറ്റിയാണ്. നല്ല അട്രാക്റ്റീവ് പൂക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. നല്ല രീതിയിൽ വെയിലും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കണ ഒരു വെറൈറ്റിയാണ് ഇത്. അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ
വെരിഗേറ്റഡ് പിങ്ക് ആണ്. വെരിഗേറ്റഡ് പിങ്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു കോമൺ വെറൈറ്റി തന്നെയാണ്, എന്നാൽ നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ്. അതേപോലെ തന്നെ വേറെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജുവലിൻ്റെ പീച്ചാണിത്. ജുവലിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉള്ളൊരു പ്ലാന്റ് തന്നെയാണ്, ജസ്റ്റ് കളറിലൊരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ പിങ്ക് പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബർബറ ക്രാസ്റ്റാണ്. അതും നല്ല ഒരേ സ്ഥലത്ത് ഒത്തിരി പൂവുണ്ടാകുന്ന ടൈപ്പ് ഒരു ചെടിയാണ്. അതേപോലെ തന്നെ ഈ വയലറ്റ് കാണുന്നതാണ് പീച്ച്, ലൂയിസ് വെഥൻ എന്ന് പറയുന്ന സാധനം. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ കളറും കാര്യങ്ങളൊക്കെ കയറി വന്നൊരു പൂവാണ് ഇതിലുള്ളത്. അതേപോലെ തന്നെ ഈ വെള്ള കളറിൽ കാണുന്നതാണ് ചില്ലി ഐസ്ക്രീം. ഈ വെറൈറ്റി നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല, അതിൻ്റെ ആ കളർ തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എത്ര അട്രാക്റ്റീവും കാര്യങ്ങളും ആണെന്ന്. പിന്നെ പ്രോപ്പർ സൺലൈറ്റും കാര്യങ്ങളും കിട്ടുവാണെങ്കിൽ ഒരു അത്യാവശ്യം ഡ്രൈ ആകുമ്പോൾ വെള്ളം മാത്രം കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂവുണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഇതും. അതേപോലെ തന്നെ നമ്മുടെ ഈ ചില്ലി റെഡും അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള, നമ്മുടെ ഇവിടെ നല്ല രീതിയിൽ മൂവ്മെൻ്റ് ഉള്ളൊരു വെറൈറ്റിയാണ് ചില്ലി റെഡും. ഇത് നല്ലോണം പടരുകയും നല്ല രീതിയിൽ പൂക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ചില്ലി റെഡ്. എന്നാൽ നമുക്ക് നല്ല ഫാൻ ബേസ് ഉള്ളൊരു പ്ലാന്റുമാണ് ചില്ലി റെഡ്. നല്ല രീതിയിൽ ഉണ്ടാകുകയും ചെയ്യും, കെയറിങ്ങും കുറച്ച് മതി. അതേപോലെ തന്നെ ഇതാണ് ഫൈറോപാൾ. പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഓറഞ്ച് റെഡിഷ് കളറായിരിക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഒരു ചെറിയ മുട്ട പോലത്തെ സാധനമില്ല, അതും ഭയങ്കര അട്രാക്റ്റീവാണ്. ഇത് നോർമലി നമുക്ക് ബുഷ് പോലെ വളർത്താം, പിന്നെ തൂക്കിയിടുന്ന ചട്ടിയിലും നല്ല രീതിയിൽ വളരുന്ന ഒരു ടൈപ്പ് തന്നെയാണ് ഫൈറോപോൾ. ഇത് കറൻ്റ്ലി നമുക്ക് 2 ചട്ടിയിൽ സെയിലാണ്. ഇതിന് മുമ്പേ കാണിച്ച ആ ബുഷ് ടൈപ്പും ഇതൊരു ചെറിയ ടൈപ്പും, 2 ടൈപ്പ് നമുക്ക് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആണ്. പിന്നെ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ പേരും കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് കോൺടാക്റ്റ് ചെയ്യുക, പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. മേ ബി നിങ്ങൾ വിളിക്കുന്ന സമയത്തേക്ക് ഉള്ള വെറൈറ്റിയൊക്കെ തീർന്നു പോകും. പിന്നെ ഈ കാണുന്ന വെറൈറ്റിയാണ് വെരിഗേറ്റഡ് പീച്ച് വെറൈറ്റി. വയലറ്റിനോടൊരു സാമ്യമുള്ളൊരു കളറാണ്, നല്ല അട്രാക്റ്റീവ് പ്ലാന്റ് ആണത്. അടുത്തതായിട്ട് നമ്മുടെ മൾട്ടി, 1 അല്ല 2 അല്ല 3 മൾട്ടിയാണിത്. ഇതിനകത്ത് നമ്മുടെ ഫ്ലെയിം റെഡ് ഉണ്ട്, സൺറൈസ് വൈറ്റ് ഉണ്ട്, പീച്ച്, 3ഉം കൂടെ ക്രാഫ്റ്റ് ചെയ്ത ഒരു സിംഗിൾ പ്ലാന്റിൽ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇത്. നമ്മുടെ കയ്യിൽ വന്ന് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി, ഇപ്പോൾ പൂവെല്ലാം പോയിട്ടുണ്ട്. അത് നമ്മൾ വെട്ടിയും കാര്യങ്ങളൊക്കെ നിർത്തിയിരിക്കുവാണ്. ഇനി ഇത് നമ്മൾ വളവും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂ തന്നെ ഒരു വെറൈറ്റി തന്നെയാണ്. പോരാത്തതിന് നമ്മുടെ ഫ്രണ്ടിലൊക്കെ വെക്കുവാണെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും, എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു കളറായിരിക്കും. ഒരേ പ്ലാന്റിൽ തന്നെ 3 കളറ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ലൊക്കേഷൻ വേണമെങ്കിലും ഡിസ്ക്രിപ്ഷനിലുണ്ട്, എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മാത്രം മതി. അടുത്തതായിട്ട് നമ്മുടെ സൺറൈസ് വൈറ്റ് ആണ്. സൺറൈസ് വൈറ്റിനെ പറ്റി പറയണ്ടല്ലോ, ആ വെള്ള കളർ കണ്ടാൽ തന്നെ ആഗ്രഹിക്കാത്ത ആരുമില്ല. ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്, ഏറ്റവും കൂടുതൽ നമുക്ക് ഡിമാൻഡ് വരുന്നതാണ് വൈറ്റ്, റെഡ്, വയലറ്റ്. ഈ 3 കളറൊക്കെ ഭയങ്കരമായിട്ട് ഡിമാൻഡിലുള്ളൊരു കളറായിരിക്കും എപ്പോഴും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീടിന് മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു വീട് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. എന്നുവെച്ചാൽ നമുക്കറിയാമല്ലോ, ഈ ബോഗൺവില്ലയുടെ പ്രത്യേകത തന്നെ അത് തന്നെയാണ്. ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ പടർന്ന് പന്തലിച്ച് നല്ല രീതിയിൽ പൂവാകുന്ന ഒരു ടൈപ്പാണ്. അടുത്ത വെറൈറ്റിയാണ് ഫ്ലെയിം റെഡ്. ഇത് നമ്മുടെ കയ്യിൽ 3 പ്ലാന്റ് അവൈലബിൾ ആണ്. ഓൾറെഡി നല്ല രീതിയിൽ പോട്ട് ചെയ്ത് നല്ല ഫ്ലവറും കാര്യങ്ങളും ഒക്കെ വന്നൊരു പ്ലാന്റാണ്. നല്ല കണ്ടീഷൻഡ് പ്ലാന്റാണ്. നിങ്ങൾക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പം തന്നെ നടുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ. അതേപോലെ തന്നെ ആർക്കെങ്കിലും പ്രൈസും കാര്യങ്ങളും ഒക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക, പ്രൈസ് ഡീറ്റെയിൽസ് അറിയുക. ആർക്കെങ്കിലും വിസിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതേപോലെ ഞാൻ നമ്മുടെ ലൊക്കേഷനും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത വെറൈറ്റി എന്ന് പറയുമ്പോൾ ചിത്ര വെറൈറ്റിയാണ്. ചിത്ര വെറൈറ്റി അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 2 കളർ കോമ്പിനേഷനാണ് ഒറ്റ ഫ്ലവറിൽ വരുന്നത്. എന്ന് വെച്ചാൽ ആ പിങ്ക് കളറിൻ്റെ അകത്തായിട്ടൊരു വെള്ള കളർ വരും. അതേപോലെ തന്നെ 2 പെറ്റൽ, ഒരേ പൂവിൽ നിന്ന് തന്നെ 2 പെറ്റൽ വരുന്ന, ആ പെറ്റലിൻ്റെ സൈഡിൽ ഒരു വെള്ള കളർ. ഇതൊക്കെയാണ് ചിത്ര വെറൈറ്റിയുടെ പ്രത്യേകത. അതേപോലെ നിങ്ങൾ ഇതിൽ കണ്ടിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട വെറൈറ്റി ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ തന്നെ അടുത്ത വെറൈറ്റിയാണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി വെറൈറ്റി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുഞ്ഞായിരിക്കുന്ന പൂക്കളായിരിക്കും, നല്ല അട്രാക്റ്റീവ് ആയിരിക്കും.
എല്ലാവർക്കും ഡിഫറെൻറ്റ് ടേസ്റ്റുകളല്ലേ, അതനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോഗൻവില്ലാസാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ ഡിഫറെൻറ്റ് പ്രൈസ് റേഞ്ചിലാണ് ആൾക്കാർ നോക്കുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ബോഗൻവില്ല പ്ലാന്റ്സും നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിൽ സ്റ്റാർട്ടിങ് 100-150 രൂപ തൊട്ടുള്ള ബോഗൻവില്ലാസ് നമ്മുടെ നഴ്സറിയിലുണ്ട്. ആവശ്യക്കാർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. അവസാനമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്ന പ്ലാന്റാണ് മഹാറാണി. മഹാറാണിയുടെ 2 പ്ലാന്റ് ഉണ്ട്. രണ്ടും പോട്ട് ചെയ്ത് നല്ല പക്ക കണ്ടീഷനായിരിക്കുന്ന പ്ലാന്റ്സാണ്. ഇല കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്തൊരു അട്രാക്റ്റീവും കാര്യങ്ങളും ഒക്കെ ആണെന്ന്. നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് തരാൻ മറക്കല്ലും. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഭയങ്കര മോട്ടിവേഷൻ തരും. അതേപോലെ തന്നെ ലാസ്റ്റായിട്ട് കാണിക്കുന്നത് നമ്മുടെ മഹാറാണിയുടെ ഫ്ലവർ വന്ന പ്ലാന്റാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോഴത്തേക്ക് ബൈ. ഐ ആം എബിൽ സൈനിങ് ഓഫ്. സീ യു.